വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നത്തെ വീഡിയോ എന്താണെന്നുള്ളത് തമ്മിൽ കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. നമ്മുടെ തിയറി മാർക്കും അതുപോലെ തന്നെ അസൈൻമെൻറ്റ് മാർക്കും എങ്ങനെയാണ് ചെക്ക് ചെയ്യുക എന്നുള്ളതാണ് നോക്കുന്നത്. അപ്പോൾ ആദ്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇപ്പോൾ തിയറി ആണെന്നുണ്ടെങ്കിൽ നമ്മൾ പോയിട്ട് എക്സാം എഴുതുന്നു. എക്സാം എഴുതിയിട്ട് അവരെന്ത് ചെയ്യും, വാല്യൂ ചെയ്തിട്ട് റിസൾട്ടും കാര്യങ്ങളൊക്കെ അപ്ഡേറ്റ് ആവും. അപ്പോൾ നിങ്ങളുടെ എല്ലാ റിസൾട്ടും ഒരുമിച്ചിട്ടല്ല അപ്ഡേറ്റ് ആവുന്നത്. ഓരോ സബ്ജക്റ്റിൻ്റെ വാല്യൂവേഷൻ കഴിഞ്ഞനുസരിച്ചിട്ടാണ് അപ്ഡേറ്റ് ആവുന്നത്. ചിലപ്പോൾ സെയിം സബ്ജക്റ്റ് തന്നെ നിങ്ങളുടെ ഫ്രണ്ടിൻ്റെ അപ്ഡേറ്റ് ആയിട്ടുണ്ടാവും, ചിലപ്പോൾ നിങ്ങളുടെ അപ്ഡേറ്റ് ആയിട്ടുണ്ടാവില്ല. അത് ഓരോ സബ്ജക്റ്റ് കുറച്ചായിട്ട് അപ്ഡേറ്റ് ആവുള്ളൂ. അപ്പോൾ നിങ്ങൾ അപ്ഡേറ്റ് ആവണ വരെ വെയിറ്റ് ചെയ്യണം കേട്ടോ. ഓക്കെ, ഇനി അസൈൻമെൻറ്റിൻ്റെ കേസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അസൈൻമെൻറ്റ് നമ്മൾ സബ്മിറ്റ് ചെയ്യുന്ന സ്റ്റഡി സെൻറ്റേഴ്സിലാണ്. അവരാണ് അത് വാല്യൂ ചെയ്യുന്നത്. എന്നിട്ട് മാർക്കും കാര്യങ്ങളും റീജിയൻ സെൻറ്ററിലോട്ട് അയച്ചു കൊടുത്തിട്ട് അവരാണ് നോർമലി അപ്ലോഡ് ചെയ്യാറുള്ളത്. അപ്പോൾ അവർ അപ്ലോഡ് ചെയ്യുന്നതനുസരിച്ചിട്ട് നമുക്ക് മാർക്ക് കാണുള്ളൂ. അതും ഈ പറഞ്ഞ പോലെ ഇപ്പോൾ നിങ്ങൾ 7 സബ്ജക്റ്റ് സബ്മിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ 7 ഒരുമിച്ചല്ല വരിക. അത് ഈ പറഞ്ഞ പോലെ ചിലപ്പോൾ ആദ്യം 2-3 വരും, പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞാലേ ബാക്കി വരുള്ളൂ. അപ്പോൾ അങ്ങനെ ടൈം എടുക്കുന്ന പ്രോസസ്സാണ്. ഓക്കെ, ഇപ്പോൾ തിയറി ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇനിയിപ്പോൾ ജൂൺ എക്സാം വരുന്നുണ്ടല്ലോ, അപ്പോൾ ഒരു മാർച്ച് ഏപ്രിൽ എക്സാം രജിസ്ട്രേഷൻ വരും. അപ്പോൾ അതിൻ്റെ മുന്നേയൊക്കെ ആയിട്ട് ഓൾമോസ്റ്റ് എല്ലാ തിയറിയുടെയും മാർക്ക് വരും. പിന്നെ അസൈൻമെൻറ്റ് കേസാണെങ്കിൽ നിങ്ങൾ അസൈൻമെൻറ്റ് സബ്മിറ്റ് ചെയ്തതിന് ശേഷം 4 മാസം തൊട്ടിട്ട് 9 മാസം വരെയൊക്കെ അസൈൻമെൻറ്റ് അപ്ഡേറ്റ് ആവാൻ ടൈം എടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ അത്രയും ക്ഷമയോട് വേണ്ടിയിട്ട് കാത്തിരിക്കണം കേട്ടോ. അപ്പോൾ ഇതെങ്ങനെയാണ് ഇത് രണ്ടും ചെക്ക് ചെയ്യുകയെന്ന് പറയാം. ഇത് നമ്മുടെ ടെലിഗ്രാം ചാനലാണ് കേട്ടോ. അപ്പോൾ ഇതിനകത്ത് നിങ്ങൾ ആരെങ്കിലും ജോയിൻ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇന്ന് തന്നെ ജോയിൻ ചെയ്തോളൂ. അപ്പോൾ ഇതിലല്ലെങ്കിൽ വാട്സപ്പ് ചാനലിൽ ജോയിൻ ചെയ്താൽ മതി. രണ്ടിൻ്റെ ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിനകത്ത് കൊടുക്കുന്നുണ്ട്, ആവശ്യമുള്ളവർ ജോയിൻ ചെയ്തോളൂ. കാരണം അതിനകത്ത് നമ്മൾ ഈ പറഞ്ഞ പോലെ അസൈൻമെൻറ്റ് അപ്ഡേഷൻ വന്നാലും അതുപോലെ നമ്മുടെ ഗ്രേഡ് കാർഡിൽ അപ്ഡേഷൻ വന്നാലൊക്കെ നമ്മൾ എന്ത് ചെയ്യും, അതിനകത്ത് ലിങ്ക് കൊടുക്കാറുണ്ട്. അപ്പോൾ ഇപ്പം ഞാനിപ്പോൾ ഫെബ്രുവരി 18 റിസൾട്ടിൽ അപ്ഡേഷൻ വന്നന്ന് ഞാൻ തിയറി എങ്ങനെയാണ് ചെക്ക് ചെയ്യുക, അതുപോലെ അസൈൻമെൻറ്റിൻ്റെ മാർക്ക് എങ്ങനെ ചെക്ക് ചെയ്യാമെന്ന് ലിങ്ക് ഇട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആ ലിങ്കിനകത്ത് ക്ലിക്ക് ചെയ്യാൻ ഡയറക്റ്റ്ലി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ ലിങ്കിനകത്ത് നിങ്ങളെ എൻറോൾ നമ്പർ കൊടുക്കുകയാണെങ്കിൽ റിസൾട്ട് കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് മിക്ക ദിവസങ്ങളിലും ഈ ഒരു അപ്ഡേഷൻ ഉണ്ടാവും. അപ്പോൾ എല്ലാ അപ്ഡേഷനും നമുക്ക് വീഡിയോ ഇടാൻ പറ്റാത്തതുകൊണ്ടാണ് ടെലിഗ്രാം ചാനലും വാട്സപ്പ് ചാനലൊക്കെ ലിങ്ക് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ അതിനകത്ത് ജോയിൻ ചെയ്ത് ഇനി ലിങ്ക് വരികയാണെങ്കിൽ അപ്പോൾ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ചെക്ക് ചെയ്ത് നോക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് തിയറിയുടെ മാർക്ക് മാത്രം കാണണമെന്നുണ്ടെങ്കിൽ ഇവിടെ മുകളിലൊരു ലിങ്കുണ്ട്. ആ ലിങ്കിനകത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ തിയറിയുടെ മാത്രം ലിങ്ക് കിട്ടും. അതായത് ഇപ്പോൾ ഞാനിത് ലിങ്കിനകത്ത് ക്ലിക്ക് ചെയ്യുകയാണ്. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മളോട് ചോദിക്കും നിങ്ങളുടെ എൻറോൾ നമ്പർ കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ലാസ്റ്റ് അപ്ഡേഷൻ ഉണ്ടായിരുന്നത് ഫെബ്രുവരി 18 ഇവിടെ കാണാൻ കഴിയും. അപ്പോൾ ഇവിടെ നിങ്ങളെ എൻറോൾമെൻറ്റ് നമ്പർ ടൈപ്പ് ചെയ്യുക, സബ്മിറ്റ് ചെയ്യുക. റിസൾട്ട് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ കാണാൻ കഴിയും. റിസൾട്ട് വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ റെഡ് കളറിൽ എൻറോൾ നമ്പർ ഈസ് നോട്ട് ഫൗണ്ട്, അല്ലെങ്കിൽ റിസൾട്ട് ടു ബി അപ്ഡേറ്റഡ്, അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് കാണിക്കും. അപ്പോൾ റിസൾട്ട് വന്നിട്ടുണ്ടെങ്കിൽ എന്തായാലും അവിടെ മാർക്കും കാര്യങ്ങളും കാണും. അപ്പോൾ നിങ്ങൾ പാസ്സാണോ ഫെയിലാണോ നിങ്ങൾക്ക് ചിലപ്പോൾ അറിയാനൊരു ആഗ്രഹമൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ ഏതാണ് പാസിംഗ് മാർക്ക് കാര്യങ്ങളൊക്കെ. പാസിംഗ് മാർക്കിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ ഓൾറെഡി നമ്മൾ ഇട്ടതാണ്. അപ്പോൾ അതിനകത്ത് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ പാസിംഗ് മാർക്കിൻ്റെ വീഡിയോ, അതായത് തിയറി ആയിക്കോട്ടെ അസൈൻമെൻറ്റ് ആയിക്കോട്ടെ, ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലും കമൻസിലൊക്കെ കൊടുക്കുന്നുണ്ട്. ഡൗട്ട് ഉണ്ടെങ്കിൽ ആ ഒരു വീഡിയോ കാണാവുന്നതാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ തിയറിയുടെ മാർക്ക് മാത്രമേ കാണുള്ളൂ. അതേസമയം നിങ്ങൾക്ക് അസൈൻമെൻറ്റിൻ്റെയും അതുപോലെ പ്രോജക്റ്റിൻ്റെയും പ്രാക്ടിക്കൽ തിയറി എക്സാം അങ്ങനെ കുറേ എല്ലാത്തിൻ്റെയും റിസൾട്ട് നിങ്ങൾക്ക് ഒരുമിച്ച് കാണുന്നുണ്ടെങ്കിൽ ഗ്രേഡ് കാർഡ് ചെക്ക് ചെയ്യാവുന്നതാണ്. ഗ്രേഡ് കാർഡിൻ്റെ ലിങ്കും ഞാനിവിടെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഗ്രേഡ് കാർഡിൻ്റെ ലിങ്ക് കേട്ടോ. ഇപ്പോൾ നിങ്ങൾ ഒരു MBA പ്രോഗ്രാമൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇവിടെ ഇതിനകത്ത് ക്ലിക്ക് ചെയ്യുക. ഇതിനകത്ത് അതർ പ്രോഗ്രാംസ് എടുക്കുക. അതർ പ്രോഗ്രാംസ് എടുത്തിട്ട് ഇവിടെ ചെന്നിട്ട് പ്രോഗ്രാം കോഡിൻ്റെ അവിടെ ഇപ്പോൾ MBA ഒരു മാർക്കറ്റിംഗ് മാനേജ്മെൻ്റ് ആണെന്ന് വിചാരിക്കുക. അപ്പോൾ MBA MM എന്നാണ് നമ്മുടെ കോഡ് വരുന്നത് കേട്ടോ. ഓക്കെ, അത് കൊടുക്കുക. എന്നിട്ട് നിങ്ങളുടെ എൻറോൾമെൻറ്റ് നമ്പറും കൂടി ടൈപ്പ് ചെയ്തിട്ട് സെർച്ച് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ആ ഒരു ഗ്രേഡ് കാർഡ്, അതായത് തിയറി മാർക്കും അതുപോലെ അസൈൻമെൻറ്റ് മാർക്കും പ്രാക്ടിക്കൽ ഇതൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെയൊക്കെ മാർക്ക് നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്ഡേറ്റ് ആയില്ലെങ്കിൽ മാത്രമേ കാണുള്ളൂ കേട്ടോ. ഞാൻ പറഞ്ഞു അസൈൻമെൻറ്റൊക്കെ അപ്ഡേറ്റ് ആവണമെങ്കിൽ 9 മാസം വരെയൊക്കെ ടൈം എടുക്കാറുണ്ട്. ഓക്കെ, ഇനിയിപ്പോൾ നിങ്ങൾ എടുത്തേക്കുന്ന പ്രോഗ്രാം ഇപ്പോൾ MCA BCA ഒക്കെ ആണെങ്കിൽ ഇവിടെ മുകളിൽ ഓപ്ഷൻ ഉണ്ട്. അത് കൊടുത്തിട്ട് എന്ത് ചെയ്യുക, ഇതിനകത്ത് ഇപ്പോൾ MCA ആണോ BCA ആണോ ഏതാണെന്ന് വെച്ചാൽ അത് കൊടുക്കുക, എൻറോൾമെൻറ്റ് നമ്പർ കൊടുക്കുക. ഇനിയിപ്പോൾ നിങ്ങൾ എടുത്തേക്കുന്ന പ്രോഗ്രാം ഒരു BA ഹോണേഴ്സ് അല്ലെങ്കിൽ അതൊക്കെയാണെന്നുണ്ടെങ്കിൽ ഇവിടെ CBSES പ്രോഗ്രാം ഉണ്ട്. അതിനകത്ത് പോയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, CBSESൻ്റെ അണ്ടറിലുള്ള ഇപ്പോൾ BA ഇംഗ്ലീഷൊക്കെ ആണെങ്കിൽ അത് കൊടുക്കുക, എൻറോൾ നമ്പർ കൊടുത്തിട്ട് സെർച്ച് ചെയ്യുക.
തിയറി ചെക്ക് ചെയ്യാനുള്ളതും പിന്നെ എല്ലാം കൂടിയിട്ട് വരുന്ന ഗ്രേഡ് കാർഡ് ചെക്ക് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ പറഞ്ഞ പോലെ അപ്ഡേറ്റഡ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ കറക്റ്റ് കാണാൻ പറ്റും. അപ്ഡേറ്റഡ് അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ വെയിറ്റ് ചെയ്യുക. ഇപ്പോൾ ഈ അസൈൻമെൻ്റ് ഒക്കെ നിങ്ങൾ 9-10 മാസം കഴിഞ്ഞിട്ട് അപ്ഡേറ്റ് ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സ്റ്റഡി സെൻറ്ററിൽ പോവുക, കംപ്ലയിൻറ്റ് കൊടുക്കുക. തിയറിയുടെ മാർക്ക് ഞാൻ പറഞ്ഞല്ലോ, എന്തായാലും ഒരു മാർച്ച് പകുതിൻ്റെ ഉള്ളിലൊക്കെ ഏകദേശം എല്ലാം വരും. കാരണം മാർച്ചിൽ നമുക്ക് എക്സാം രജിസ്ട്രേഷൻ ഉള്ളതാണ് ജൂണിലേക്ക്, അപ്പോഴത്തേക്ക് എല്ലാം വരും കേട്ടോ. ഓക്കെ, അപ്പോൾ എന്തായാലും നിങ്ങൾ ടെലിഗ്രാം ചാനലും വാട്സപ്പ് ചാനലൊക്കെ ഒന്ന് ഫോളോ ചെയ്തേക്കും. പിന്നെ പാസിംഗ് മാർക്ക് നോക്കാനുള്ള വീഡിയോ ഞാൻ എന്ത് ചെയ്യാം, താഴെ കൊടുക്കുന്നുണ്ട് കേട്ടോ.